ഹായ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2024 NMMSന്റെ ഡിസ്ട്രിക്ട് വൈസും അതുപോലെ തന്നെ കാറ്റഗറി വൈസുള്ള കട്ട് ഓഫും അവൈലബിൾ ആയിട്ടുണ്ട്. ഒഫീഷ്യൽ കട്ട് ഓഫ് ആണ് ഗവൺമെന്റ് ഓഫ് കേരള ഒഫീഷ്യൽ കട്ട് ഓഫ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ജില്ലയിലെയും കാറ്റഗറി വൈസ് കട്ട് ഓഫ് നമുക്ക് നോക്കാം. ട്രിവാൻഡ്രം ജനറൽ 124 ആണ്, ദെൻ SC 105 ആണ്, ST 65 ആണ്, PWD ഫിസിക്കലി വീക്കർ ആയിട്ടുള്ള കാൻഡിഡേറ്റിന്റെ കട്ട് ഓഫ്, ഡിസേബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിന്റെ കട്ട് ഓഫ് 77 ആണ്. കൊല്ലം ജില്ലയിലെ ജനറൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ OBC കട്ട് ഓഫ് ആണ്. OBCയുടേത് ജനറൽ കട്ട് ഓഫ് 123 ആണ്. 105 ആണ് SC, STക്ക് 62. പത്തനംതിട്ട 105, 106 SC, ദെൻ 59 ST എന്നുള്ളതാണ്. ആലപ്പുഴ 120 SC 103 ആണ് SC കട്ട് ഓഫ് ആലപ്പുഴയില്, ദെൻ 59 ആണ്. ദെൻ കോട്ടയം ജില്ലയിൽ 121, 106, 83 PWD അവിടെ 80 ആണ്. ദെൻ ഇടുക്കി ജില്ലയിൽ 119 ആണ് ജനറൽ കട്ട് ഓഫ്. SC കട്ട് ഓഫ് 99, ST കട്ട് ഓഫ് 95 ആണ്. ദെൻ എറണാകുളം ജില്ലയിൽ ജനറൽ കട്ട് ഓഫ് 122, ദെൻ SC കട്ട് ഓഫ് 109 ആണ്, ദെൻ XT കട്ട് ഓഫ് 65 ആണ്. തൃശ്ശൂർ 130 ആണ് ജനറൽ കട്ട് ഓഫ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 115 ആണ് SC കട്ട് ഓഫ്, ദെൻ ST കട്ട് ഓഫ് 60 ആണ്. പാലക്കാട് 128, 112 SC, ദെൻ ST 64. മലപ്പുറം ജില്ല 140 ആണ് കട്ട് ഓഫ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ദെൻ പല വിദ്യാർത്ഥികൾക്കും 140 കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 141 കട്ട് ഓഫ് 141 കിട്ടിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ദെൻ ബാക്കി വന്ന സ്കോളർഷിപ്പുകളിലേക്കാണ് താഴേട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. 140 ചുരുക്കം ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും. 118 ആണ് SC കട്ട് ഓഫ്, ദെൻ ST കട്ട് ഓഫ് 59. കോഴിക്കോട് 138 ആണ്, ദെൻ 116 ആണ് SC കട്ട് ഓഫ്, ST കട്ട് ഓഫ് 83. ദെൻ വയനാട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 183 ആണ് ജനറൽ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ള. 102 SC, 110 ST കട്ട് ഓഫ്. കണ്ണൂര് ഇതുപോലെ തന്നെ 131 ആണ് ജനറൽ കട്ട് ഓഫ്, നമ്മൾ അസ്യൂം ചെയ്തതുപോലെ തന്നെയാണ്. ദെൻ SC കട്ട് ഓഫ് 107, ST കട്ട് ഓഫ് 90 ആണ്. ദെൻ കാസർഗോഡ് ജില്ലയിൽ 126 കട്ട് ഓഫ് ജനറൽ വന്നിട്ടുണ്ട്, 95 SCക്കും STക്ക് 105ഉം. ഓക്കെ. ദെൻ PWD കാൻഡിഡേറ്റിന്റെ കട്ട് ഓഫ് 77, 76, 80 അങ്ങനെ ആണ് പോകുന്നത്. അത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഒഫീഷ്യൽ കട്ട് ഓഫ്. ഇപ്പോൾ കട്ട് ഓഫ് ഒഫീഷ്യലി ലഭ്യമായിട്ടുണ്ട്. കുറെ കോൺട്രവേഴ്ഷ്യൽസ് ഇതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ നെക്സ്റ്റ് വീഡിയോയില് നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽഡ് ഒരു അനാലിസിസ്, ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത വർഷം വിദ്യാർത്ഥികളെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും. ഓക്കെ, താങ്ക് യു.